ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ആദം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തിൽ ദൈവം മനുഷ്യരോട് എങ്ങനെയാണ് സംസാരിച്ചിരുന്നത് എന്നാണ് ബൈബിൾ പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി 3:9 ഇങ്ങനെ പറയുന്നു: യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. നേരിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു അതെന്ന് വ്യക്തമാണ്. പിന്നീട് അങ്ങോട്ട് കയീൻ, നോഹ, അബ്രാഹാം, അങ്ങനെ മോശ വരെ ദൈവം നേരിട്ട് തന്നെ ഇടപെട്ടു. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട പല പ്രവാചകന്മാരും അക്കാലത്തുണ്ടായിരുന്നു. അവർ ഇസ്രായേൽ ജനത്തോട് എങ്ങനെ ജീവിക്കണമെന്ന് പറയുകയും അവർ എന്തു ചെയ്യണമെന്ന് അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ദൈവം നേരിട്ട് സംസാരിച്ചിരുന്ന രീതി മാറ്റി പ്രവാചകന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവരും വഴി മാത്രമാണ് ജനത്തോട് സംസാരിച്ചിരുന്നത്. അവർ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും വളരെ വിശദമായി പ്രവചിച്ചിരുന്നു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ ദാനം ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ആത്മാവിൻ്റെ ഈ ദാനം എല്ലാവർക്കും ലഭ്യമാകുന്ന ദിവസം വരുമെന്ന് ജോയൽ പ്രവാചകൻ വഴി ദൈവം പ്രഖ്യാപിച്ചു. ജോയൽ 2:28-29 കേൾക്കൂ. അതിനുശേഷം ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. പെന്തക്കോസ്ത് ദിനത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ഈ പ്രവചനം നിവൃത്തിയായി. അപ്പോസ്തല പ്രവൃത്തി 2:1-4 വരെയും 16-18 വരെയും വായിക്കുക. അതിനാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാനും ദൈവം പറയുന്നത് കേൾക്കാനും ദൈവത്തിനു വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ് ഇനി ചുരുക്കം ചിലരിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. പെന്തക്കോസ്ത് ദിനം മുതൽ എല്ലാ ദൈവജനങ്ങൾക്കും ആത്മാവുണ്ട്. നാം എല്ലാവരും ദൈവത്തിനു വേണ്ടി സംസാരിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് നമ്മോട് പറയാൻ നമുക്ക് പ്രവാചകന്മാരോട് ആവശ്യമില്ല. യേശു വന്നു കഴിഞ്ഞപ്പോൾ ദൈവം വേണ്ടതെല്ലാം പുത്രൻ വഴി നമ്മോട് സംസാരിച്ചു. എബ്രായർ 1:1-2 വരെ കേൾക്കൂ. ആദ്യകാലങ്ങളിൽ ദൈവം മുൻ തലമുറകളിലുള്ള പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം വിവിധ ഘട്ടങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഈ കാലത്താകട്ടെ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുക. യേശു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. യേശുവാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:32-33 വരെ ഉള്ള ഭാഗത്തിൽ ഇത് പറയുന്നുണ്ട്. ഇന്ന് യേശു നമ്മോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. മനുഷ്യരാശിക്കുള്ള ദൈവത്തിൻ്റെ അവസാന വാക്ക് യേശുവിൽ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് കൂടുതലായി ഒന്നും പറയാനില്ല. എല്ലാം ബൈബിളിലുണ്ട്. ഒന്നും കൂട്ടിച്ചേർക്കാനുമില്ല. ദൈവം തൻ്റെ ജനത്തോട് ദൂതരാൽ സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ കത്തുന്ന ഒരു മുൾപ്പടർപ്പ്, ഒരു അദൃശ്യ കൈ, പ്രകൃതി, മൃഗങ്ങൾ എന്നിവ ഉപയോഗിച്ചിട്ടുമുണ്ട്. യോഹന്നാൻ 10:27 യേശു പറയുന്നു: എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കണം. ആ പരിശീലനം ആരംഭിക്കുന്നത് നമ്മുടെ ബൈബിൾ തുറന്ന് ദൈവവുമായി പരിചയപ്പെടുന്നതിലൂടെയാണ്. നാം ജീവനുള്ള വചനം കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ യേശു നമുക്ക് ചുറ്റുമുള്ള അനാവശ്യ ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയും പരിശുദ്ധാത്മാവിനാൽ നമ്മോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് ജോയൽ പ്രവാചകൻ പറഞ്ഞതുപോലെ സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെയോ വചനത്തിലൂടെയോ സൃഷ്ടികളിലൂടെയോ നമ്മോട് വ്യക്തമായി സംസാരിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തനം 19:1 സൃഷ്ടികൾ വഴി എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കൂ. ആകാശം ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു. ആകാശവിധാനം അവിടുത്തെ കൈവേല വെളിപ്പെടുത്തുന്നു. അങ്ങനെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ ഏവർക്കും ഇടവരട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.